പുനരധിവാസത്തിനുള്ള രണ്ടാം ഘട്ട കരട് പട്ടിക തയ്യാറായി. ദുരന്തബാധിതർക്ക് വായ്പ ബാങ്കുകാരും KSEFയും വായ്പ തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുന്നുവെന്ന് പരാതിയുണ്ട്. സുർജിത് അയ്യപ്പത്തും സമീർ സി മുഹമ്മദും വിശദാംശങ്ങളും. ആദ്യം സുർജിത് അയ്യപ്പത്തിലേക്കാണ്. സുർജിത്, ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഏറ്റവും നിർഭാഗ്യകരമായ ചില കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സമരക്കാരെ പോലീസ് തടയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ഇന്ന് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എത്തിയത്? അവരവിടെ കുടിൽ കെട്ടി സമരം നടത്തുന്നു, ഒപ്പം കളക്ടറേറ്റിലേക്കുള്ള സമരം. ഇങ്ങനെ സമരം നടത്തേണ്ടുന്ന ഒരു സാഹചര്യം അവർ വിശദീകരിക്കുന്നുണ്ട്. പോലീസ് എന്തുകൊണ്ടാണ് ഇവരെ തടയുന്നത്? അനുജ, ദുരന്ത ഭൂമിയിലാണുള്ളത്. ദുരന്ത ഭൂമിയിൽ കുടിൽ കെട്ടി സമരം നടത്തുകയാണ്. കുടിൽ കെട്ടി ഇവരിപ്പോൾ കഞ്ഞി വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പല വിധത്തിലുള്ള ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നു. ആ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, പുനരധിവാസ നടപടികൾ നീളുന്നു എന്നുള്ളത് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന കാര്യം. മാത്രമല്ല, 10 സെന്റ് പുനരധിവാസം അനുവദിക്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ പങ്കുവയ്ക്കുന്നു. ഇങ്ങനെ ഒരു പ്രതിഷേധ വഴി തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇവർ തന്നെ പറയും. എന്താണ് ചേച്ചി പറയാൻ? ഞങ്ങൾ ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കുക 7 മാസമായി. നിങ്ങൾക്കറിയാലോ, 24 ചാനൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ഈ ഒരു ഉരുൾപൊട്ടലിന്റെ അന്ന് രാത്രി മുതൽ തലേന്ന് മുതൽ നിങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാം എല്ലാ വിഷയങ്ങളും. ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഞങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ മാനസിക അവസ്ഥയാണിത്. കാരണം ഈ 5 സെന്റിൽ വീട് വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെ താമസിക്കും? അത് മാത്രമല്ല, നിങ്ങൾക്കറിയാം, എൻ്റെ വീട് കൺട്രോൾ റൂമിന്റെ തൊട്ടടുത്താണ്. തോട്ട് ഇപ്പോൾ പുഴ പൊന്തി, തോട്ടിന് വെള്ളം കയറിയിട്ടാണ് ഞങ്ങൾ കയറി ഓടിയത്. പക്ഷേ ഇനി വെള്ളം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങളൊന്നും പേര് ലിസ്റ്റിലില്ല. 12ാം വാർഡിലാണ് ഞാനുള്ളത്. ഞങ്ങളൊന്നും പേര് ലിസ്റ്റില്ല. അതേപോലെ ഈ ഒറ്റപ്പെട്ട വീടുകൾ എങ്ങനെ അവർ താമസിക്കും? പോയിട്ട് വൈകുന്നേരമായ ആന ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് ജീവനെ പേടിയുണ്ട്. ഞങ്ങൾക്ക് സർക്കാരിന് മുതലിന് ഞങ്ങൾക്ക് സർക്കാരിന്റെ ഖജനാവെന്ന് തരണ്ട. ഞങ്ങൾക്ക് നാട്ടുകാർ, ഞങ്ങൾ കേരള സമൂഹം കൊടുത്ത പൈസ ഉണ്ട് സർക്കാരിന്റെ കയ്യിൽ. ആ പൈസ എടുത്ത് ഞങ്ങൾക്ക് തരണം, നിർബന്ധമായിട്ടും തരണം. തന്നേ പറ്റൂ. ഇങ്ങനെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് പല മേഖലകളും ഒറ്റപ്പെട്ട പ്രദേശങ്ങളുണ്ട്. ആ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നടക്കം ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലമാണ് ഉള്ളത്. ഈ ആളുകളുടെ പ്രതികരണത്തിലേക്ക് തന്നെയാണ് നമുക്ക് പോകേണ്ടത്. പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്നലെ ആണ് ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ ഒരു ലിസ്റ്റ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആ ലിസ്റ്റിൽ അടിമുടി അപാകതയുണ്ട് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ ഇവർ കഞ്ഞി വെച്ചുകൊണ്ട്, ഇവിടെ ദുരന്തഭൂമിയിൽ കുടിൽ കെട്ടി കഞ്ഞി വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർഗത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ആ ഒരു പ്രതിഷേധ നടപടിയിലേക്ക് പോകുന്നു. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഞങ്ങളവിടെ ഒരു 6-7 വീട്, 6-7 കുടുംബങ്ങൾ ഒഴിവാക്കപ്പെട്ടു പോയി ആ കുന്നില്. എൻ്റെ വീട് തകർന്നില്ല. ഞങ്ങളുടെ വീടിന്റെ താഴെ കൂടിയാണ് ഉരുള് പോയിരിക്കുന്നത്. ഞങ്ങൾക്ക് പാലത്തിനക്കരെയാണ് ഞങ്ങളുടെ വീട്. വന്യമൃഗങ്ങളുടെ ഭയങ്കര ശല്യമാണ് ഞങ്ങൾക്ക്. ഞങ്ങളെ ആൾക്കാരുള്ളപ്പോൾ തന്നെ രാത്രി ആനകളെ കൊണ്ട് ശല്യമായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പം ഞങ്ങളുടെ വീടിന്റെ സ്റ്റെപ്പൊക്കെ ആന പൊട്ടിച്ച് കളഞ്ഞിരിക്കുക. മുറ്റത്തൊക്കെ അല്ലല്ല, മുണ്ടക്കൈയാണ് എൻ്റെ വീട്. അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉരുള് പൊട്ടുന്നതിന് തലേ ദിവസം ഞങ്ങൾ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. എൻ്റെ അനിയൻ മലനാട് വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങിപ്പോന്നത്. അപ്പം ഞങ്ങൾ ബത്തേരിക്ക് പോയി. ഉച്ച കഴിഞ്ഞപ്പം എനിക്ക് വീട് കിട്ടണം, ഞങ്ങൾക്ക് ജീവിക്കാൻ വീട് കിട്ടണം. വീടില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് മുണ്ടക്കൈക്ക് ഇനി പോകാൻ പറ്റൂല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി അവിടെ ഉരുള് പൊട്ടില്ല എന്ന് പറയാൻ ഈ ജോൺ മത്തായി ഒടേതമ്പുരാനൊന്നും അല്ലല്ലോ, ആണോ? ഇനി ഈ പാവപ്പെട്ട മനുഷ്യരെ മുണ്ടക്കൈക്ക് കൊണ്ടുവിട്ടിട്ട് എല്ലാവരെയും കൊല്ലാനാണോ ഈ സർക്കാരിന്റെ ഉദ്ദേശം? ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുകയില്ല. ഞങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തണതിന് വേണ്ടിയിട്ട്. കാരണം ഞങ്ങളുടെ അയൽവാസികൾ മരിച്ചുപോയി. 3-4 അയലോക്കും പാടെ ഒലിച്ചു പോയി. അത് ഇനി അതെല്ലാം കണ്ടു സഹിച്ച് ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. എന്തായാലും മുണ്ടക്കയിൽ ഇനി ജനവാസം നടക്കുന്ന പ്രായോഗികമായ കാര്യമല്ല. മുണ്ടക്കൈക്കാരെ പൂർണ്ണമായും ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്.